കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിൽ മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും മധുരപലഹാര വിതരണവും നടത്തി. കോൺഗ്രസ് നേതാവ് ടി.എം. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷീല വിപിന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ എന്നിവർ മുഖ്യാതിഥികളായി. രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രവീൺ എം. കുമാർ, മിനി സതീശൻ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ജോൺ വട്ടക്കാവിൽ, ഷാഫി കല്ലൂപ്പറമ്പിൽ, മോളി തോമസ്, സി.എച്ച്. സാദത്ത്, എ.എം. ബിജു, നൈജോ ആന്റോ, ലിനോ മൈക്കിൾ, ജിനേഷ് വെട്ടിയാട്ടിൽ, ഷൈനി ബാബു എന്നിവർ പ്രസംഗിച്ചു. കെ.എ. ഹനീഫ, സിബി പൗലോസ്, നൂർജഹാൻ നവാസ്, ശ്രീജ പ്രതീഷ്, സിജി രാജേഷ്, സുമ ആന്റണി, സിജിൽ ചന്ദ്രൻ, ജിജു കീറ്റിക്കൽ, ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട്, ഷാജിമോൾ ബാലൻ, വിജയൻ വെട്ടിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. 38 രൂപയും മറ്റും വെള്ളിക്കുളങ്ങരയിൽ നിന്ന് പോയി ബസ്സുകൂലി കൊടുക്കുന്ന ആളുകൾക്ക് പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ 2 രൂപയുടെയോ 3 രൂപയുടെയോ ആനുകൂല്യം ഒരുപക്ഷെ ലഭിക്കുമായിരിക്കാം. പക്ഷേ അവർക്കൊരു ദിവസം 70-75 രൂപയുടെ ആനുകൂല്യം കിട്ടുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക മാറ്റത്തിന് അത് മാറി കുറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാവപ്പെട്ട അമ്മൂമ്മമാർ പലപ്പോഴും തന്റെ കൊച്ചുമക്കൾക്കൊരു മിഠായി വാങ്ങിക്കാൻ പോലും പൈസയില്ലാതെ വിഷമിക്കുന്ന അമ്മൂമ്മമാർക്ക് അവരുടെ കൊച്ചുമക്കൾക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ സതീശൻ കൊടുക്കുന്ന ആനുകൂല്യം അനുവദിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കര സെന്ററിൽ മധുരപലഹാര വിതരണം നടത്തി ആഹ്ലാദ ദിനം ആചരിച്ചു. UDF ചെയർമാൻ KL ജോസ് ഉദ്ഘാടനം ചെയ്തു. MA ജോൺസൺ അധ്യക്ഷനായി. സോമനമുദ്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, മണ്ഡലം വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു.